തേച്ചിട്ട് ശ്രുതി നടന്നു പോകുമ്പോഴത്തെ ശ്രുതിയുടെ നോട്ടം ഈ നോട്ടം എവിടെന്നാ വന്നത്? അത് നമുക്ക് ഒരിക്കലും അത് സ്ക്രിപ്റ്റിൽ എഴുതി വെക്കാൻ പറ്റുന്നതല്ലോ. നമ്മളിപ്പോ രാവിലെ സെറ്റിലേക്ക് പോകുമ്പോൾ ആ നോട്ടം എടുക്കണം എന്ന് വെച്ചിട്ടല്ല പോകുന്നത്. കാരണം ആസിഫും അപർണയും കൂടെ വീട്ടിൽ മിണ്ടാതെ നിൽക്കുന്നു. അവരെ കൊണ്ട് മിണ്ടിച്ചിട്ടില്ല. അച്ഛനും അമ്മയും കൂടെ ഈ തേച്ച പെണ്ണിനിട്ട് അങ്ങനെ ആ ഒരു സീനാണല്ലോ. ആ സീൻ ഇങ്ങനെ എടുത്തെടുത്ത് വന്നപ്പോൾ അവർ തിരിച്ചിറങ്ങി നടന്നു പോകുന്നു, അത്രേ ഉള്ളൂ. ആ ഷോട്ട് അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ആസിഫിനോട് ഞാൻ പറഞ്ഞു, നിന്ന് കൈ കെട്ടിക്കൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ അവനതെടുത്തു, ആ ഷോട്ടും എടുത്തു. അപ്പോൾ എനിക്ക് തോന്നി ഇയാൾ കൈ കെട്ടി ഒരു മധുര പ്രതികാരം പോലെ ഒരു പുഞ്ചിരി ഇങ്ങനെ ചിരിച്ചാൽ എങ്ങനെ ഉണ്ടാവും, ആ നല്ലതായിരിക്കും തോന്നി. അങ്ങനെ ചിരിക്കണമെങ്കിൽ അവൾ കാണണമല്ലോ. അപ്പോൾ ആ ഷോട്ട് വീണ്ടും എടുത്തു. ശ്രുതി നടന്നു പോയിക്കോ, അവിടെ എത്തുമ്പോൾ ഒന്ന് പതുക്കെ തിരിഞ്ഞു നോക്കണം, തറപ്പിച്ച് നോക്കണം. നീ എന്നെ പറ്റിക്കായിരുന്നല്ലടാ, ഞാൻ നിന്നെയല്ല തേച്ചത്, നീ എന്നെയാണ് തേച്ചത്, ആ അർത്ഥത്തിൽ ചിരിക്കണം എന്ന് പറഞ്ഞു. നോക്കണം എന്ന് പറഞ്ഞു. ആ നോട്ടമാണ് ശ്രുതി. പക്ഷേ ശ്രുതിയുടെ കണ്ണൊക്കെ ഭയങ്കര അടിപൊളിയാണല്ലോ എന്ന് പറഞ്ഞ പോലെ അവളുടെ നോട്ടത്തിന് ഭയങ്കര ഇമ്പാക്റ്റ്, ഞങ്ങൾ പോലും ഞെട്ടിപ്പോകുന്നൊരു ഇമ്പാക്റ്റ് ആയിരുന്നു.